നമുക്കെല്ലാം അറിയാം ഗൂഗിൾ മാപ്പ്. നമ്മളെല്ലാം ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ ഗൂഗിൾ മാപ്പിൻ്റെ എല്ലാ ഫീച്ചേഴ്സും എല്ലാവരും ഉപയോഗിക്കാറുണ്ടോ? എന്തെല്ലാം ഫീച്ചേഴ്സാണ് ഗൂഗിൾ മാപ്പിലുള്ളത്? ഗൂഗിൾ മാപ്പ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം? സാധാരണ നമ്മൾ കാറിലോ മറ്റോ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കൊരു സ്ഥലത്തേക്കുള്ള വഴി അറിയാൻ വേണ്ടി നമ്മൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാറുണ്ട്. നമുക്ക് ആവശ്യമുള്ള ലൊക്കേഷൻ സെറ്റ് ചെയ്ത് ആ സ്ഥലത്തേക്കുള്ള വഴി നമ്മൾ നോക്കാറുണ്ട്. കൂടുതൽ ആളുകളും ഗൂഗിൾ മാപ്പ് ഈ ഒരു ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് ഉപയോഗിക്കാറുള്ളത്. എന്നാൽ നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമായ ഒരുപാട് ഓപ്ഷൻ ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ മാപ്പിൻ്റെ ഏതാനും ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ നിത്യജീവിതത്തിൽ എങ്ങനെയെല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കാം എന്നെല്ലാം നമുക്ക് ഈ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണുക. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്യുക. യൂട്യൂബിൽ വീഡിയോ കാണുന്നവർ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ വീഡിയോയ്ക്ക് മുകളിലായി കാണുന്ന ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. സോ വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ദിസ് ഈസ് അൽത്താഫ് അഹമ്മദ്. വീഡിയോയിലേക്ക് പ്രവേശിക്കാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്യാൻ നമ്മുടെ ഫോണിൽ മാപ്പ് എന്ന് കാണാം. അത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ലൊക്കേഷൻ ഏതാണെന്ന് അറിയാനുള്ള ഒരു ഐക്കൺ ഇവിടെ കാണാൻ കഴിയും. ഈ ഐക്കണിൽ ടച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ യു ആർ ഹിയർ എന്നിവിടെ കാണാൻ കഴിയും. നമുക്ക് വേണമെങ്കിൽ സൂം ചെയ്ത് നോക്കാം. നമ്മൾ നിൽക്കുന്ന കറക്റ്റ് ലൊക്കേഷൻ ഏതാണെന്ന് നമുക്കിവിടെ നോക്കാൻ കഴിയും. ഇനി ആ ഐക്കണിൽ തന്നെ ഒന്നുകൂടി ടച്ച് ചെയ്താൽ നമ്മുടെ ഫോൺ നമുക്ക് ഏത് ഭാഗത്തേക്കും തിരിക്കാം. ആ തിരിക്കുമ്പോൾ നമ്മൾ ഏത് ഭാഗത്തേക്കാണോ തിരിക്കുന്നത് ആ ഭാഗത്തേക്കുള്ള റോഡ് നമുക്കവിടെ കാണാൻ കഴിയും. ആ ഭാഗത്ത് എന്തെല്ലാം ഉണ്ട് എന്നെല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. ഇപ്പോൾ ഞാൻ വലതു ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ വലതു ഭാഗത്തുള്ളതെല്ലാം കാണുന്നുണ്ട്. ഇടതു ഭാഗത്തേക്ക് തിരിക്കുമ്പോൾ ഇടതു ഭാഗത്തുള്ളതെല്ലാം കാണുന്നുണ്ട്. നമുക്ക് ഇതിങ്ങനെ തിരിച്ച് ഓരോ ഭാഗത്തേക്കും നമുക്ക് നോക്കാൻ കഴിയും. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ ചുറ്റുവട്ടം എന്തെല്ലാം ഉണ്ട് എന്ന് നമുക്കിവിടെ ഇങ്ങനെ മനസ്സിലാക്കാൻ കഴിയും. ഇനി നമുക്ക് നമ്മുടെ തൊട്ടടുത്തുള്ള പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഗ്രോസറി അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് എന്തും നമുക്കിവിടെ നോക്കാൻ കഴിയും. ഇപ്പോൾ ഞാനിവിടെ റെസ്റ്റോറൻറ്റ് എന്ന് കൊടുത്തു. റെസ്റ്റോറൻറ്റ് എന്ന് കൊടുക്കുമ്പോൾ എനിക്ക് എൻ്റെ ഏറ്റവും അടുത്തുള്ള എല്ലാ റെസ്റ്റോറൻറ്റും ഒരു ചുമപ്പ് നിറത്തിൽ കാണിക്കുന്നുണ്ട്. മാപ്പിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഒരു ചുമപ്പ് നിറത്തിൽ എൻ്റെ ചുറ്റുമുള്ള എല്ലാ റെസ്റ്റോറൻറ്റും എനിക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമുക്ക് നമ്മുടെ ഫോൺ ഓരോ ഭാഗത്തേക്ക് തിരിച്ച് നമുക്ക് നോക്കാൻ കഴിയും. ഇപ്പോൾ എൻ്റെ ഏറ്റവും അടുത്തുള്ള റെസ്റ്റോറൻറ്റുകൾ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ കാണാം ബ്രദേഴ്സ് ബേക്കറി, ബ്രദേഴ്സ് അറേബ്യൻ ഫുഡ്, ഹോട്ടൽ കാലിക്കറ്റ്, ഇങ്ങനെ കുറേ ഹോട്ടൽസ് ഇവിടെ കാണുന്നുണ്ട്. ഇത് തന്നെ നമുക്ക് സാറ്റലൈറ്റ് വ്യൂവിൽ വേണമെങ്കിൽ അങ്ങനെയും കാണാൻ കഴിയും. ഇതേ രീതിയിൽ സാറ്റലൈറ്റ് വ്യൂ ആയി നമുക്ക് ഇങ്ങനെയും കാണാൻ കഴിയും. ഫോൺ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചാൽ നമുക്ക് എല്ലാ ഭാഗവും നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയും. ഇതിൽ തന്നെ നമ്മൾ രാത്രിയെല്ലാമാണ് നോക്കുന്നത് എങ്കിൽ ആ സമയത്ത് ഓപ്പൺ ആയിട്ടുള്ള എല്ലാ റെസ്റ്റോറൻറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. ഓപ്പൺ നൗ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടുള്ള എല്ലാ റെസ്റ്റോറൻറ്റും നമുക്കിവിടെ കാണാൻ കഴിയും. പിന്നെ അതിൽ തന്നെ നമ്മൾ മുമ്പ് വിസിറ്റ് ചെയ്ത എല്ലാ റെസ്റ്റോറൻറ്റും അവിടെ നമുക്ക് കാണാൻ കഴിയും. വിസിറ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് വിസിറ്റ് ചെയ്ത എല്ലാ റെസ്റ്റോറൻറ്റും അവിടെ കാണാൻ കഴിയും. നമ്മൾ വിസിറ്റ് ചെയ്യാത്ത വേണമെങ്കിൽ നോട്ട് വിസിറ്റഡ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് ചെയ്യാത്ത എല്ലാ റെസ്റ്റോറൻറ്റും ഇവിടെ കാണാൻ കഴിയും. ഇതുപോലെ തന്നെ നമുക്ക് പെട്രോൾ പമ്പ്, ATM, കോഫി കിട്ടുന്ന സ്ഥലം, ഹോട്ടൽസ്, മെഡിക്കൽ ഷോപ്പുകൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ സെർച്ച് ചെയ്യാൻ കഴിയും. ഞാനിവിടെ പെട്രോൾ എന്ന് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിനടുത്തുള്ള പെട്രോൾ പമ്പുകളാണ് ഇപ്പോൾ ചുവന്ന നിറത്തിൽ കാണിക്കുന്നത്. ഇവിടെ നമ്മൾ നിൽക്കുന്നതിൻ്റെ ഏത് ഭാഗത്താണ് ഈ പെട്രോൾ പമ്പ് എന്നറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ആ ഐക്കണിൽ ടച്ച് ചെയ്ത് കൊടുക്കാം. നമുക്കിങ്ങനെ ഫോണ് തിരിച്ചു നോക്കാം. ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ ചുവന്ന നിറത്തിൽ കാണുന്ന ഭാഗത്തേക്ക് നമുക്ക് പോയാൽ മതി. ഇവിടെ ഒരുപാട് കാറ്റഗറി അവൈലബിൾ ആണ്. നമുക്കിവിടെ മോർ എന്ന് കാണുന്ന ഈ ബട്ടണിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പല കാറ്റഗറിയും ഇവിടെ കാണാൻ കഴിയും. ഗ്രോസറി, ബ്യൂട്ടി സപ്ലൈസ്, കാർ ഡീലേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാണുന്നുണ്ട്. ATM കാണുന്നുണ്ട്, ബ്യൂട്ടി സലൂൺ, പോസ്റ്റ്, കാർ റിപ്പയർ. ഇപ്പോൾ പെട്ടെന്ന് നമ്മുടെ വാഹനം കംപ്ലൈൻ്റ് ആയി നമുക്ക് ഉടനെ കാർ റിപ്പയർ സെർച്ച് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് പാർക്കിംഗ് വേണമെങ്കിൽ പാർക്കിംഗ് സെർച്ച് ചെയ്യാം. ഞാനിവിടെ കാർ റിപ്പയർ സെർച്ച് ചെയ്തു. അപ്പോഴെനിക്ക് എൻ്റെ ഏറ്റവും അടുത്തുള്ള എല്ലാ കാർ റിപ്പയർ ഷോപ്പുകളും ഇവിടെ കാണുന്നുണ്ട്.
ഇത് നമുക്ക് ഇതേ രീതിയിൽ തന്നെ നമ്മുടെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ തിരിച്ച് നോക്കിയാൽ നമുക്ക് ഏതെല്ലാം ഭാഗത്താണ് ഇവിടെ കാർ റിപ്പയർ ഷോപ്പുകളിൽ വർക്ക്ഷോപ്പുകൾ എവിടെയെല്ലാം ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് ഇതേ രീതിയിൽ നമുക്ക് നമ്മുടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. ഇനി ഗൂഗിൾ മാപ്പ് ഏറ്റവും കൂടുതലായി എല്ലാവരും ഉപയോഗിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒരു സ്ഥലത്തേക്കുള്ള വഴി എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ പാലക്കാട് എന്ന് സെർച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പാലക്കാട് എന്നുള്ള സ്ഥലത്തേക്ക് എങ്ങനെ പോകാം എന്നുള്ളതാണ്. കൂടുതൽ ആളുകളും ചെയ്യാറുള്ളത് പോകേണ്ട സ്ഥലം ടൈപ്പ് ചെയ്ത് ശേഷം താഴെ കാണുന്ന സ്റ്റാർട്ട് എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യാണ് ചെയ്യാറുള്ളത്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച വഴിയിലൂടെ ആയിരിക്കില്ല ഗൂഗിൾ മാപ്പ് നമുക്ക് വഴി കാണിച്ചു തരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് വേണ്ട സ്ഥലം ടൈപ്പ് ചെയ്ത ശേഷം താഴെ കാണുന്ന ഡയറക്ഷൻ എന്നുള്ള ബട്ടൺ ടച്ച് ചെയ്യുക. ഡയറക്ഷൻ എന്ന് കൊടുക്കുമ്പോൾ പാലക്കാടേക്ക് എനിക്ക് പോകാവുന്ന എല്ലാ വഴികളും ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് സൂം ചെയ്ത് നോക്കാം. ഇപ്പോൾ എനിക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് പോകാവുന്ന വഴികളാണ്. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് കാര്യവട്ടം വെട്ടത്തൂർ ഭാഗത്തുകൂടെയുള്ള ഒരു വഴിയാണ് കാണിച്ചു തരുന്നത്. എനിക്കിവിടെ പെരിന്തൽമണ്ണ ടൗൺ വഴിയാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ ഞാനിവിടെ കാണുന്ന അടുത്ത റോഡിൽ ടച്ച് ചെയ്യുക. നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഓരോ വഴിയിലൂടെയും എത്ര ടൈം നമുക്ക് എടുക്കുമെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ ഞാനിവിടെ പെരിന്തൽമണ്ണ വഴി ഞാനിങ്ങനെ സെർച്ച് ചെയ്തു. ഒരുപാട് വഴികൾ ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. ഓരോ വഴിയിലൂടെയും നമുക്ക് എത്രത്തോളം ടൈം എടുക്കുമെന്നും കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ കാണുന്ന ഗ്രേ കളറിലുള്ള ലൈനിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ വഴി ചൂസ് ചെയ്യാൻ കഴിയും. ഇനി നമുക്ക് സ്റ്റാർട്ട് എന്ന് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും പെരിന്തൽമണ്ണ റൂട്ടിലൂടെ എങ്ങനെ പോകാമെന്നുള്ളതാണ് കാണിച്ചു തരുന്നത്. ഇവിടെ നമുക്ക് സാധാരണ കാണിച്ചു തരാറുള്ള ഡയറക്ഷൻ്റെ ചിത്രം മാറ്റി നമുക്ക് അവിടെ വല്ല കാറിൻ്റെയും ഫോട്ടോ വേണമെങ്കിൽ അത് നമുക്ക് റീപ്ലേസ് ചെയ്യാൻ കഴിയും. അതിനായി ഈ ഡയറക്ഷൻ്റെ ഐക്കണിൽ ഒന്ന് ടച്ച് ചെയ്യുക. ശേഷം നമുക്ക് ആവശ്യമുള്ള വാഹനം ഏതാണെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാർ ഇങ്ങനെ പോകുന്ന രീതിയിൽ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. ഇനി പോകുന്ന വഴിയിൽ നമുക്കൊരു ലൊക്കേഷനിൽ നമുക്ക് നിർത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് സ്റ്റോപ്പ് കൊടുക്കാം. ഞാനിവിടെ പെരിന്തൽമണ്ണ എന്ന് കൊടുത്തു. അപ്പോൾ ഇവിടെ പെരിന്തൽമണ്ണ കാണിച്ചു തരുന്നുണ്ട്. ഞാൻ അവിടെ ഒരു സ്റ്റോപ്പ് കൊടുത്തു. ആഡ് സ്റ്റോപ്പ് എന്നുള്ളതിൽ ടച്ച് ചെയ്തു. ഇനി നമ്മൾ പോകുമ്പോൾ പെരിന്തൽമണ്ണ എത്തുമ്പോൾ നമുക്ക് പെരിന്തൽമണ്ണ എത്തി നമുക്ക് നിർത്താനുള്ള ഫസ്റ്റ് സ്റ്റോപ്പ് എത്തിയെന്ന് നമുക്ക് ഗൂഗിൾ മാപ്പ് നമുക്ക് പറഞ്ഞു തരും. ഇവിടെ കണ്ടല്ലോ എ എന്ന് കാണിക്കുന്നുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് പോകുന്ന വഴിയിൽ ഒന്നിൽ കൂടുതൽ സ്ഥലത്ത് ഇറങ്ങേണ്ട ആവശ്യങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് സെറ്റ് ചെയ്യാൻ കഴിയും. ഇത് തന്നെ നമുക്ക് ടൈപ്പ് ചെയ്യാതെ പറഞ്ഞുകൊണ്ടും ചെയ്യാൻ കഴിയും. മുകളിൽ കാണുന്ന മൈക്കിൻ്റെ ഐക്കണിൽ ടച്ച് ചെയ്താൽ നമുക്ക് വേണ്ട സ്ഥലം പറയാനും കഴിയും. മണ്ണാർക്കാട്. Showing results for Manakart along your route. ഇപ്പോൾ ഞാൻ ഒരു സ്റ്റോപ്പ് മണ്ണാർക്കാടും ആഡ് ചെയ്തു. അങ്ങനെ രണ്ട് സ്റ്റോപ്പുകൾ ഞാനിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിൾ മാപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് സെറ്റിങ്സുകൾ നോക്കാം. ഗൂഗിൾ മാപ്പ് ഓപ്പൺ ചെയ്താൽ സ്ക്രീനിൻ്റെ വലതുവശത്ത് മുകളിലായി നമുക്ക് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ കാണാൻ കഴിയും. അതിൽ ടച്ച് ചെയ്യുക. ശേഷം ഇവിടെ സെറ്റിങ്സ് എന്ന് കാണാം. ഈ സെറ്റിങ്സിൽ ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സെറ്റിങ്സ് നോക്കാം. ഇതിൽ നമുക്കിവിടെ നാവിഗേഷൻ സെറ്റിങ്സ് എന്ന് കാണാം. അതിൽ ടച്ച് ചെയ്യുക. ഇവിടെ ഗൈഡൻസ് വോളിയം എന്ന് കാണുന്നുണ്ട്. അവിടെ സോഫ്റ്റ്വെയർ ഉണ്ട്, നോർമൽ ഉണ്ട്, ലൗഡർ ഉണ്ട്. ലൗഡർ എന്ന് കൊടുക്കുകയാണ് എപ്പോഴും നല്ലത്. ലൗഡർ എന്നുള്ളത് ഇനാബിൾ ചെയ്താൽ നമുക്ക് ഗൂഗിൾ മാപ്പിൽ നിന്ന് വരുന്ന വോയിസ് കുറച്ച് ഉച്ചത്തിൽ കേൾക്കാൻ കഴിയും. പിന്നെ അടുത്തത് വോയിസ് സെലക്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഇപ്പോൾ മലയാളം അവൈലബിൾ ആണ്. നമുക്കിവിടെ മലയാളം സെറ്റ് ചെയ്യാൻ കഴിയും. ഇപ്പോൾ നമ്മുടെ ഫോണിൽ ഗൂഗിൾ മാപ്പ് നമുക്ക് തരുന്ന നിർദ്ദേശങ്ങൾ ഇംഗ്ലീഷിലാണ് എന്നുണ്ടെങ്കിൽ നമുക്കത് മലയാളത്തിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്തേക്ക് തിരിയണമെങ്കിൽ ടേൺ റൈറ്റ് അല്ലെങ്കിൽ ടേൺ ലെഫ്റ്റ് എന്ന് പറയുന്നതിന് പകരം വലത്തോട്ട് തിരിയുക, ഇടത്തോട്ട് തിരിയുക എന്നിങ്ങനെ നമ്മളോട് പറയും. അതുപോലെ തന്നെ ചില സ്ഥലങ്ങളുടെ പേര് അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളണം എന്നില്ല. മലയാളത്തിലാകുമ്പോൾ നമുക്കത് കൃത്യമായി മനസ്സിലാകും.
അതുപോലെ തന്നെ പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് ഇനാബിൾ ചെയ്യുക, പ്ലേ വോയിസ് ഡ്യൂറിങ് കോൾസ് ഇനാബിൾ ചെയ്യുക, പ്ലേ ഓഡിയോ ക്യൂസ് എന്നുള്ളതും ഇനാബിൾ ചെയ്തിടുക. അതായത് നമ്മുടെ ഫോൺ ഒരു ബ്ലൂടൂത്ത് ഡിവൈസിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ കാറിലാണെങ്കിൽ മിക്ക ആളുകളും കാറിലേക്ക് ഫോൺ കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ തന്നെ ചിലപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇങ്ങനെയെല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് വോയിസ് വരാൻ വേണ്ടി നമുക്ക് പ്ലേ വോയിസ് ഓവർ ബ്ലൂടൂത്ത് എന്ന് ഇനാബിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ മാപ്പ് നോക്കാതെ ഗൂഗിൾ മാപ്പിൻ്റെ നിർദ്ദേശങ്ങൾ കേട്ടുകൊണ്ട് മാത്രമായിരിക്കും നമ്മൾ യാത്ര ചെയ്യുന്നത്. ആ സമയത്ത് നമുക്കൊരു ഫോൺ കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ തിരിയേണ്ട സ്ഥലങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ആ തിരിയണം എന്ന് പറഞ്ഞ് നമുക്ക് അറിയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പ്ലേ വോയിസ് ഡ്യൂറിങ് ഫോൺ കോൾസ് എന്നുള്ളത് ഇനാബിൾ ചെയ്തിടുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫോൺ കോൾ വന്നാലും ആ ഫോൺ കോളിൻ്റെ ഇടയിലും നമുക്ക് തിരിയേണ്ട സ്ഥലം അല്ലെങ്കിൽ നമുക്കുള്ള ഡയറക്ഷൻ കൃത്യമായി ഗൂഗിൾ മാപ്പ് പറഞ്ഞു തരും. അതുപോലെ നമുക്ക് ഡയറക്ഷൻസ് കാണിച്ചു തരുമ്പോൾ ടോൾ ഇല്ലാത്ത റോഡുകൾ മാത്രം കാണിച്ചു തന്നാൽ മതി എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ സെറ്റ് ചെയ്യാം, നമുക്കിവിടെ ഇനാബിൾ ചെയ്ത് കൊടുക്കാം. അതുപോലെ ഫെറീസ്, അവോയ്ഡ് ഫെറീസ് എന്നുള്ളത് ഇനാബിൾ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ ഫെറീസ് ഉണ്ടെങ്കിൽ, അതായത് കടത്തുവള്ളങ്ങൾ ഉള്ള സ്ഥലങ്ങൾ, അതായത് പോകുന്ന വഴിയിൽ വല്ല പുഴയോ മറ്റോ ഉണ്ടെങ്കിൽ കടത്തുവള്ളത്തിൽ കയറ്റി വാഹനം അപ്പുറത്തേക്ക് എത്തിക്കേണ്ട സ്ഥലങ്ങളുണ്ടെങ്കിൽ അത്തരം സ്ഥലങ്ങളാണെങ്കിൽ ചിലപ്പോൾ രാത്രിയൊന്നും അവൈലബിൾ ആയിരിക്കില്ല. അവോയ്ഡ് ഫെറീസ് എന്നുള്ളത് ഓൺ ചെയ്തിട്ടാൽ നമുക്ക് നമ്മൾ പോകുന്ന വഴിയിൽ ഫെറീസ് ഉണ്ടെങ്കിൽ ഫെറീസ് ഇല്ലാത്ത വഴി മാത്രം നമുക്ക് കാണിച്ചു തരും. അതുപോലെ സ്പീഡോമീറ്റർ, ഇതെല്ലാം നമുക്കിവിടെ ഇനാബിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ നമുക്ക് പോകുന്ന സ്ഥലത്തേക്കുള്ള യാത്ര എങ്ങനെ വേണമെന്ന് നമുക്ക് സെറ്റ് ചെയ്യാം. ബൈക്കിൽ പോകണമെങ്കിൽ ബൈക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബൈക്ക് പോകുന്ന ചില ബൈക്കുകൾ മാത്രം പോകുന്ന ചില വഴികളുണ്ടായിരിക്കും, ആ വഴിയെല്ലാം നമുക്ക് കാണിച്ചു തരും. പിന്നെ അതുപോലെ തന്നെ ട്രെയിൻ വേണമെങ്കിൽ ട്രെയിൻ സെലക്ട് ചെയ്യാം. ട്രെയിനെല്ലാം സെലക്ട് ചെയ്താൽ നമുക്ക് ട്രെയിനിൻ്റെ ടൈമും കാര്യങ്ങളും എല്ലാം ഇവിടെ കൃത്യമായി കാണിച്ചു തരും. ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ഗൂഗിൾ മാപ്പിലെ ഏതാനും ഫീച്ചേഴ്സ് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പ് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതും നമ്മൾ കണ്ടു. ഇനിയും ഗൂഗിൾ മാപ്പിൽ ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് നമ്മുടെ ലൈവ് ലൊക്കേഷൻ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യാം. അതുപോലെ നമ്മുടെ സ്ഥലങ്ങൾ, നമ്മുടെ ബിസിനസ് എല്ലാം നമുക്ക് ഗൂഗിൾ മാപ്പിലേക്ക് ആഡ് ചെയ്യാം. ഈ കാര്യങ്ങളെല്ലാം മുമ്പ് അറിയുന്നവരുണ്ടായിരിക്കാം, അറിയാത്തവർക്ക് ഒരുപാട് ഉപയോഗപ്രദമായിരിക്കും. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ അറിയിക്കുക. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർ യൂട്യൂബിലാണെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന ചുവന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. ഫേസ്ബുക്കിലാണെങ്കിൽ വീഡിയോക്ക് മുകളിലായി കാണുന്ന ഫോളോ എന്ന ബട്ടൺ പ്രസ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഇനാബിൾ ചെയ്യുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. നിത്യജീവിതത്തിൽ ഒരുപാട് ഉപയോഗപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ അൽത്താഫ് അഹമ്മദ്. വീണ്ടും കാണുന്നവരേക്കും ബൈ.